ഹലോ ഗായ്സ്, കാത്തിരുന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്, മനസ്സമ്മത കല്യാണമാണ്. അപ്പോൾ അതേ ഞാൻ റെഡിയായി, എൻ്റെ കമ്പനിക്കാരെല്ലാം വന്ന്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് സംസാരിച്ച് നിൽക്കണേണ്ട. എന്നെ ഒരുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിനു മുമ്പ് തന്നെ റെഡിയായി നിൽക്കണേണ്ട. അപ്പോഴേക്കും പിള്ളേർ ഫോണിലൊക്കെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തതേ പ്രാർത്ഥനയെല്ലാം വിളിച്ചിട്ട് പ്രാർത്ഥനയിൽ കഴിഞ്ഞ് പള്ളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോകണേണ്ട. സമയം എന്നും പറഞ്ഞ് എല്ലാവരും കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അടുത്ത് തന്നെയാണ്, നമ്മുടെ പള്ളി വെച്ചാണ് എൻഗേജ്മെൻറ്റ്, മനസ്സമ്മത കല്യാണം നടത്തണം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സ്തുതിയെ കൊടുത്ത് വേഗം പള്ളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് 11:30 അപ്പോൾ അതേ ഇപ്പം തന്നെ 11 മണി കഴിഞ്ഞ്. അങ്ങനെ എന്തേ ഇറങ്ങാൻ വേണ്ടിയാണ് സ്പീഡപ്പായിട്ട് കണ്ട ഓടിയിടുന്ന എല്ലാവർക്കും സ്തുതി എടുക്കുക. അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ റോട്ടിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ വന്നിട്ട് അതങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സാധനമൊക്കെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നേരെ പള്ളിയിലോട്ട് എത്തിയപ്പോൾ തന്നെ അവരുടെ ക്യാമറമാൻ പിടിച്ച് പോസ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ട. അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് കയറാൻ പോണേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൈക്കൊക്കെ പിടിച്ചിട്ട് കണ്ട മാസ് എൻട്രി പള്ളിയിലോട്ട് എടുത്ത് പള്ളിക്കകത്തോട്ട് കയറേണ്ട. അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ട് മികുവാണ് ആ ഫ്രണ്ടിൽ നടന്നു തന്നത് കണ്ടോ. പള്ളിയിലോട്ട് അകത്തോട്ട് കയറിയപ്പോൾ അച്ഛനും വന്ന് ഉടനെ തന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതേ ഞങ്ങളുടെ മോതിരമാറ്റം വേണ്ട. ഒരുപാട് നാളത്തെ ഞങ്ങളുടെ കാത്തിരിപ്പാണ് ഈ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപാട് കാത്തിരുന്ന് അങ്ങനെ സാക്ഷി ഒപ്പിടാൻ പറഞ്ഞപ്പോൾ കണ്ട പെണ്ണിൻ്റെ ചെക്കൻ്റെ സാക്ഷി ഒപ്പിടാൻ പറഞ്ഞപ്പോൾ രണ്ടൊപ്പം എൻ്റെ കൂട്ടുകാരൻ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു ചിരിയുണ്ട് ലാസ്റ്റ്. നിങ്ങൾ കണ്ടു, രണ്ടുപേരുടെ ഒപ്പിടേണ്ടതിന് അവൻ രണ്ടൊപ്പം അവൻ തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്തായാലും രണ്ടുപേരുടെയും സാക്ഷി ഒറ്റൊരാൾ തന്നെ കണ്ട. ചിരി കണ്ട. ആഹാ. അങ്ങനെ തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് സീനൊന്നുമില്ല. നമ്മ ഹാളിലോട്ട് എത്തി. അപ്പോൾ ഇനി അവിടെ ഹാളിൽ ഫ്രണ്ട് ചെയ്യുന്നിട്ട് പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും നെറ്റിയിൽ കുരിശൊക്കെ വരച്ചാണ് ഞങ്ങൾ അകത്തോട്ട് കയറ്റണം. അങ്ങനെ ഞങ്ങൾ കുരിശൊക്കെ വരച്ച് പതിയെ അകത്തോട്ട് കയറാൻ പോണേട്ടാ. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടാ, ഹാളിൻ്റെ അകത്തോട്ട് കയറി കണ്ട. പരിപാടിയൊക്കെ കണ്ട അടിപൊളിയായിരുന്നു കേട്ടാ. ഇന്നത്തെ ദിവസം അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാൻഡിലൊക്കെ കത്തിച്ച് പിന്നെ കേക്ക് മുറിക്കാന്നുള്ള പരിപാടിയിലൊക്കെ ഇട്ടാ. എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്, സത്യമായിട്ട് നല്ല ടെൻഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അവിടെ മുമ്പ് വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഹാപ്പിയാണ്ടാ. സത്യം പറയാലോ, ഒരുപാട് നാൾ കാത്തിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ വൈനൊക്കെ കുടിച്ച് ഹാപ്പിയാണ്. അപ്പോൾ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ കണ്ടതേ ക്യാമറമാൻ പറഞ്ഞിട്ട് കറക്കാൻ പറഞ്ഞിട്ട് ഞാൻ കറക്കണുണ്ട്. പമ്പനെ കറക്കണ പോലെ അത് കറക്കി കഴിഞ്ഞ് ആ കറക്കൊക്കെ കഴിഞ്ഞ് കൂട്ടുകാർ ചിരിക്കണുണ്ട്. ഞങ്ങളിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട പോസ് ചെയ്ത് കഷ്ടപ്പെടണേ. അപ്പോഴേക്കും കണ്ട നമ്മുടെ കമ്പനിക്കാരെല്ലാം കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടാ. അപ്പോഴേക്കും പാവത്തന അവിടെ നിന്ന് മാറിയിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ കമ്പനിക്കാരെല്ലാം കൂടി കയറിയിട്ട് നല്ല അടിപൊളി പിക്കും വീഡിയോസൊക്കെ എടുത്തിട്ടാ. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ബൈ.